ഓക്കെ, ഈ കേസിൽ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേഷൻ ഓഫ് ഐ സെക്ഷനാണ് എടുക്കുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ എക്സ് ആക്സ് വൈ ആക്സ് പറഞ്ഞിട്ടില്ല, നമ്മൾ ചൂസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്താ ഒരു എക്സാമ്പിളായിട്ട് നേരത്തെ ഒന്ന് വ്യത്യാസമായിട്ട് ചെയ്യുമ്പോൾ ഇവിടെ എടുക്കുക, സിമെട്രിക് ആയിട്ട് ആക്സ് എടുക്കുക. സിമെട്രിക് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ശരി, അപ്പോൾ ഈ കേസിൽ വൈ ലൊക്കേഷൻ എബൌട്ട് സിമെട്രിക് ആയതുകൊണ്ട് എക്സ് സി എം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറയാം. ദാറ്റ് വിൽ ബി 0. എക്സാമിന് അങ്ങനെ എഴുതിയാൽ മതി. വൈ ആക്സിന് എബൌട്ടായിട്ട് സിമെട്രിക് ആണ്. ഐ സെക്ഷൻ സിമെട്രിക് എബൌട്ട് വൈ ആക്സിസ്. ഓക്കെ, അടുത്ത് നമുക്ക് എക്സ് സി എം വൈ സി എം കണ്ടുപിടിക്കാനുള്ള നോക്കിയാൽ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ 3 പാർട്ടായി, ഏരിയ 1, ഏരിയ 2, ഏരിയ 3, 3 പാർട്ടായിട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഏരിയ നോക്കാം. ഏരിയ A1 എന്ന് പറയുന്നത് 400 × 50 വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ A2 എന്ന് പറയുന്ന ഏരിയ 200 × 50. ഇതിൻ്റെ ഹൈറ്റ് തിക്നെസ് 50 തരിക, എല്ലാം 50 ആണ്, അതുകൊണ്ട് × 50. അതേപോലെ A3 അവിടെ ഇതേപോലെ 300 × 50 വരും ഏരിയ 2. ഇനി X1 Y1. അപ്പം X1 എന്ന് പറയുമ്പോൾ ഇയാളുടെ കോർഡിനേറ്റാണ്, 0 ആണ്, കുഴപ്പമില്ല. YCM എന്ന് പറയുന്നത് ഈ ഹൈറ്റ്. അപ്പോൾ നമുക്കറിയാം ഇത് 50 ആയതുകൊണ്ട് ഇത് ഇത്രയും 25 ആണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ബാക്കി നോക്കി 50 ഇവിടെ ഉണ്ട്, 50 ഇവിടെ ഉണ്ട്, 200 ഉണ്ട്, പിന്നെ ഒരു 25 കൂടെ. അപ്പോൾ 250 + 25 275 വരും. ഓക്കെ, അതേപോലെ X2 Y2. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം, 200ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 100. എല്ലാവരും 250 എടുത്ത് അതിൻ്റെ പകുതി എടുക്കാൻ നമുക്ക് അങ്ങനെ ചെയ്യരുത്. 200ൻ്റെ ഹാഫ് ആണ് നമുക്ക് സിമെട്രിക് വെച്ച് പറയാൻ പറ്റത്തുള്ളൂ, 100 ആണ്. ബാക്കി 50 ഉണ്ട്, അപ്പോൾ 150 വരിക. അല്ലാതെ 250 ടോട്ടൽ ഉണ്ട്, അതിൻ്റെ ഹാഫ് എന്ന് പറയാം. 50 വേറെ ആളുടെ ഹൈറ്റ് ആണ് അല്ലേ, വേറെ ഏരിയയുടെ ഹൈറ്റ് ആണ്, അതിൻ്റെ സിമെട്രിക് എടുത്ത് ചെയ്യരുത് കേട്ടോ. അതുകൊണ്ട് എന്ത് വരും, 0, 200ൻ്റെ പകുതി 100, 150 വരും. അതേപോലെ X3 Y3 എന്ന് പറയുന്നത് 0, ഇതിൻ്റെ ഹാഫ് 25 വരും അല്ലേ, 25 വരും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ YCM = ഫോർമുല വരുന്നത് A1 Y1 + A2 Y2 + A3 Y3 / A1 + A2 + A3. ചെയ്ത് നോക്കുക. ഇത് സോൾവ് ചെയ്യാൻ ഇങ്ങനെ വിട്ടേക്കുന്നത് റാൻഡമായിട്ട് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളിത് കാൽക്കുലേറ്റർ വെച്ച് ചെയ്താലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ കിട്ടും. സോ പ്ലീസ് ഡു.